വെള്ളാപ്പള്ളിയുടെ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ UDF സർക്കാർ കേസ് കുത്തിപ്പൊക്കിയതും ഇപ്പോൾ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യമുയർന്നതും. അധികാരത്തിന്റെ തണലിലും രാഷ്ട്രീയ പാർട്ടികളെ മാറി മാറി ബ്ലാക്ക്മെയിൽ ചെയ്തും കെട്ടിപ്പൊക്കിയ വെള്ളാപ്പള്ളിയുടെ സാമ്രാജ്യം ഇപ്പോൾ നാലുപാടു നിന്നും തകർന്നടിയുകയാണ്. ഒരേ സമയം UDF സർക്കാർ പഴയ കേസുകൾ കുത്തിപ്പോക്കുന്നതും മറുഭാഗത്ത് കാലങ്ങളായി വെള്ളാപ്പള്ളിക്ക് തണലൊരുക്കിയ CPM സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തെ പരസ്യമായി തള്ളിപ്പറയണമെന്ന ആവശ്യം ഉയരുന്നതും ഈ പതനത്തിന്റെ ആഴം കൂട്ടുകയാണ്. സ്വന്തം സമുദായത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ ചൂഷണം ചെയ്തും ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തിയും വെള്ളാപ്പള്ളി കാട്ടിയ ക്രൂരതകൾക്കുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ ഈ തകർച്ചയുടെ ഏറ്റവും ഒടുവിലത്തെയും ശക്തവുമായ ആയുധമാണ് 3 വർഷത്തിലധികമായി പല ഉന്നതതല ഇടപാടുകളിലൂടെയും അട്ടിമറിക്കപ്പെട്ടു കിടന്ന KK മഹേഷിന്റെ ആത്മഹത്യാ കേസിലെ ഞെട്ടിക്കുന്ന FIR വിവരങ്ങൾ. SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും മൈക്രോ ഫിനാൻസ് സംസ്ഥാന കോർഡിനേറ്ററുമായിരുന്ന KK മഹേഷൻ 2020 ജൂൺ 24 യൂണിയൻ ഓഫീസിനുള്ളിൽ ജീവനൊടുക്കിയത്. ഒരു സാധാരണ ആത്മഹത്യയായി ഇതിനെ ഒതുക്കി തീർക്കാനും വെള്ളാപ്പള്ളിയെ രക്ഷിക്കാനും അന്ന് ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും ഒത്തുപിടിച്ച് വൻ ശ്രമമാണ് നടത്തിയത്. എന്നാൽ മഹേഷിന്റെ കുടുംബം നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതിക്ക് കടുത്ത ഭാഷയിൽ ഇടപെടേണ്ടി വന്നു. അങ്ങനെയാണ് 2022 നവംബർ 30 മരാരിക്കുളം പോലീസ് കൃത്യമായ വകുപ്പുകൾ ചുമത്തി പുതിയ FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കേസിൽ നിയമത്തിന് മുന്നിൽ ഒന്നാം പ്രതിയായി നിൽക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അതേസമയം നിയമത്തിന്റെ വഴിയിൽ വെള്ളാപ്പള്ളിക്ക് പൂട്ടുവീഴുമ്പോൾ രാഷ്ട്രീയമായും അദ്ദേഹം പൂർണ്ണമായി ഒറ്റപ്പെടുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ വെള്ളാപ്പള്ളി നടേശനെ ശക്തമായി തള്ളിപ്പറയണമെന്നാണ് പാർട്ടി സംസ്ഥാന സമിതിയിൽ നിന്ന് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒടുവിലത്തെ ആവശ്യം. എക്കാലത്തും വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകളോടും താൻ പ്രമാണിത്വത്തോടും മൃദു സമീപനം സ്വീകരിച്ചു പോന്ന CPM-നുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നത് അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നടപടികളും കടുത്ത ഭാഷയിലുള്ള വിമർശനവും വേണമെന്നാണ് സംസ്ഥാന സമിതിയിൽ ഭൂരിഭാഗം നേതാക്കളും അഭിപ്രായപ്പെട്ടത്. കേരളത്തിൽ വർഗീയ വിരുദ്ധ നിലപാട് ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് ഇടതുപക്ഷം. മുൻകാലങ്ങളിൽ വർഗീയതയോടും വെള്ളാപ്പള്ളിയെ പോലുള്ള നേതാക്കളോടും സ്വീകരിച്ച അഴകുഴമ്പൻ സമീപനം ഇനി പാടില്ലെന്നും എല്ലാത്തരം വർഗീയതയും ഒരേപോലെ ശക്തമായി എതിർക്കണമെന്നും സംസ്ഥാന സമിതിയിൽ നേതാക്കൾ ഉറപ്പിച്ചു പറഞ്ഞു. സമുദായത്തിന്റെ പേരിൽ രാഷ്ട്രീയ വിലപേശൽ നടത്തി സ്വന്തം കുടുംബത്തെയും മകനെയും മാത്രം വളർത്തിയ വെള്ളാപ്പള്ളി നടേശന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. UDF സർക്കാർ മഹേഷൻ വധക്കേസും മൈക്രോ ഫിനാൻസ് തട്ടിപ്പും വിട്ടുവീഴ്ചയില്ലാതെ അന്വേഷിക്കാൻ തുടങ്ങിയതോടെ വെള്ളാപ്പള്ളിയുടെ പല രഹസ്യ ഇടപാടുകളും പുറത്തുവരും. രക്ഷപ്പെടാൻ ഇനിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും തണൽ ലഭിക്കില്ലെന്നുറപ്പായതോടെ വെള്ളാപ്പള്ളി കടുത്ത പരിഭ്രാന്തിയിലാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ കാറ്റിൽ പറത്തി സാധാരണക്കാരായ സമുദായ അംഗങ്ങളുടെ കണ്ണീരിൽ പണിതുയർത്തിയ വെള്ളാപ്പള്ളിയുടെ സാമ്രാജ്യത്തിന്റെ അന്ത്യമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്.